അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റമദാനിലെ ഓരോ ദിവസവും വ്യത്യസ്തമായ വിഷയങ്ങളിലുള്ള ക്ലാസ്സാണ് മുബാദറയിൽ നടക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ വിഷയം നോമ്പ് പരിചയാണ് എന്ന വിഷയമാണ്. ഈ ഒരു വാക്ക്, നോമ്പ് പരിചയാണ് എന്ന വാക്ക്, അത് ഹദീസിലുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിലുണ്ട്. അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന റബ്ബക്കും യഖൂൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ റബ്ബ് പറയുന്നു, കുല്ലു ഹസനത്തിൻ ബിഅശ്രി അംസാലിഹാ ഇലാ സബ്ഇമിഅത്തി ളിഅഫ്, ഓരോ നന്മക്കും 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെയാണ് പ്രതിഫലം. അഥവാ നമ്മളൊരു നന്മ ചെയ്തു കഴിഞ്ഞാൽ ആ നന്മക്ക് അള്ളാഹു പ്രതിഫലമായി നൽകുന്നത് 10 ഇരട്ടി നൽകുന്നതുണ്ട്, 70 ഇരട്ടി നൽകുന്നതുണ്ട്. അങ്ങനെ പോയി 700 ഇരട്ടി വരെ അള്ളാഹു താല പ്രതിഫലം നൽകും. എന്നിട്ട് അള്ളാഹു താല പറയാണ്, വസ്സൗമു ലീ വഅന അജ്സീ ബിഹി, നോമ്പ് എനിക്കുള്ളതും ഞാൻ അതിന് പ്രതിഫലം നൽകുന്നതുമാണ്. അപ്പൊ നോമ്പ് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും അത് അള്ളാഹുവിന് വേണ്ടി തന്നെയല്ലേ ചെയ്യുന്നത്. പക്ഷെ എന്നിട്ടും അള്ളാഹു താല ഇതിന് പ്രത്യേകമായി പറയുന്നു, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം നൽകുന്നവൻ ഞാനാണ്. മറ്റേത് അമലുകൾക്കും പ്രതിഫലം നൽകുന്നതും അള്ളാഹു തന്നെയാണ്. പക്ഷെ ഈ നോമ്പിന് അള്ളാഹു അങ്ങനെ പ്രത്യേകമായി പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ചിന്തയിൽ പോലും കടന്നു വരാത്ത, നമുക്ക് വിവരിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നോമ്പുകാരന് നൽകുന്നത് എന്നാണ്. അഥവാ അത് 700 ഇരട്ടിയിൽ ഒതുങ്ങുകയില്ല എന്നർത്ഥം. എന്നിട്ട് ആ ഹദീസിന്റെ ബാക്കിയിൽ പറയുന്നു, അസ്സൗമു ജുന്നത്തും മിനന്നാർ, അസ്സൗമു ജുന്നത്തുൻ, നോമ്പ് പരിചയാണ്, മിനന്നാർ, നരകത്തിൽ നിന്നുള്ള പരിചയാണ്. അഥവാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. പരിച എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്ന അവസരത്തിൽ ഒരു കൈയിൽ വാളും മറുകൈയിൽ പരിചയും ഉണ്ടാവും. അഥവാ ശത്രുവിന്റെ വാളിന്റെ വെട്ട് തടുക്കാനുള്ള വഴിയാണ്, മാർഗമാണ് ഈ പരിച എന്ന് പറഞ്ഞാൽ. എന്നതുപോലെ നരകത്തിൽ നിന്ന് തൊട്ട് തടയുന്ന, നരകത്തെ പ്രതിരോധിക്കാനുള്ള പരിചയാണ് ഈ നോമ്പ് എന്ന് പറയുന്നത്. ഈ ഹദീസിന്റെ ബാക്കിയും കൂടി നമുക്ക് പറയാം. വലഖലൂഫു ഫമിസ്വാഇമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, നോമ്പുകാരന്റെ വായയുടെ ഗന്ധത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ നോമ്പുകാരൻ നാളെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ അവനെ പെട്ടെന്ന് തിരിച്ചറിയും. അവനിൽ നിന്ന് നിർഗളിക്കുന്ന ആ സുഗന്ധം കാരണം അത് നോമ്പുകാരനാണെന്ന് മനസ്സിലാക്കപ്പെടും. വഇൻ ജഹില അലാ അഹദികും ജാഹിലുൻ വഹുവ സ്വായിമുൻ ഫൽയഖുൽ ഇന്നി സ്വായിമുൻ, അഥവാ നിങ്ങൾ നോമ്പുകാരനായിരിക്കെ വല്ലവരും നിങ്ങളോട് അറിവില്ലായ്മ പ്രവർത്തിച്ചാൽ നിങ്ങൾ പറയണം, ഞാൻ നോമ്പുകാരനാണ്, ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയുക. നമ്മൾ നോമ്പുകാരനായിരിക്കെ നമ്മളോട് ആരെങ്കിലും അതിക്രമം കാണിച്ചാൽ നമ്മൾ അവരോട് തിരിച്ച് അതേ നാണയത്തിൽ മറുപടി പറയുകയല്ല വേണ്ടത്. കാരണം നമ്മൾ നോമ്പുകാരനാണ്. നമ്മുടെ നോമ്പ് ബാത്തുലാവരുത്, നമ്മുടെ നോമ്പ് നിഷ്ഫലമാവരുത്. നാളെ പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന നോമ്പായി മാറണം. അതുകൊണ്ട് തന്നെ നിന്നോട് അതിക്രമം കാണിച്ചവനോട്, നിന്നോട് വിവരമില്ലായ്മ കാണിച്ചവനോട് നീ പറയണം, ഇന്നി സ്വായിം, തീർച്ചയായും ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കണം. ഈ ഹദീസ് ബുഖാരിയിലും തുർമുദിയിലും ഒക്കെ ഉള്ള ഹദീസാണ്. ഇവിടെ നോമ്പ് നരകത്തെ തൊട്ടുള്ള പരിചയാണെന്ന് പറഞ്ഞു. ഇനി വേറൊരു ഹദീസിൽ കാണാം, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹി ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമി വജ്ഹഹു അനിൻ നാരി 70 ഖരീഫാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും ഒരു ദിവസം നോമ്പ് അനുഷ്ഠിച്ചാൽ നരകത്തിൽ നിന്നും അവന്റെ ശരീരത്തെ 70 വർഷക്കാലത്തെ വഴിദൂരം അകലെയാക്കപ്പെടുന്നതാണ്. ഒരു നോമ്പിന് അല്ലാഹു പ്രതിഫലം നൽകുന്നത് ആ നോമ്പെടുത്ത വ്യക്തിയും നരകവും തമ്മിൽ 70 വർഷത്തെ വഴിദൂരമുണ്ടാകുമെന്നാണ്. അത്രമേൽ നരകത്തെ തൊട്ട് അകറ്റി നിർത്തപ്പെടും. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല പരിചയവും മാർഗവുമാണ് നോമ്പ് എന്ന് പറയുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, വിശ്വാസത്തോടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും
ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ, അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ചാൽ അവൻ്റെ ചെയ്തുപോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതാണ്. ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണിത്. ഒരു നോമ്പിൻ്റെ പ്രതിഫലമാണത്. നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. ബുഖാരിയിലുള്ള ഒരു ഹദീസ് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: അസ്വിയാമു ജുന്നത്തുൻ, നോമ്പ് പരിചയാണ്. അത് പറഞ്ഞിട്ട് പറയുന്നു, ഫലാ യർഫുസ് വലാ യജ്ഹൽ, നോമ്പുകാരൻ തെറ്റായ പ്രവൃത്തികൾ ചെയ്യുകയോ സംസ്കാരമില്ലാത്ത വാക്കുകൾ പറയുകയോ ചെയ്യരുത്. ഇനി വല്ലവനും അവനോട് ശണ്ട കൂടുകയോ അവനെ ശകാരിക്കുകയോ ചെയ്താൽ, ഇന്നി സ്വാഇമുൻ, ഞാൻ നോമ്പുകാരനാണെന്ന് മറത്തൈനി, 2 പ്രാവശ്യം അവൻ പറയട്ടെ. വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ഉള്ളതെങ്കിൽ ആ അള്ളാഹുവിനെ തന്നെയാണ് സത്യം. നോമ്പുകാരൻ്റെ വായയുടെ വാസന അള്ളാഹുവിൻ്റെ പക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമാണ്. ഇതൊക്കെ ഈ ഹദീസിന്റെ ബാക്കിയിൽ തന്നെ പറയുന്നതാണ്. കാരണം ഈ നോമ്പുകാരന് അത്രമേൽ വലിയ പ്രതിഫലം അല്ലാഹു നൽകാനുള്ള കാരണം, യത്റുകു തആമഹു വശറാബഹു വശഹവതഹു മിൻ അജ്ലി, അവൻ ഭക്ഷണം ഒഴിവാക്കിയതും വെള്ളം ഒഴിവാക്കിയതും അവൻ്റെ ദേഹേച്ഛകളെ അവൻ ഒഴിവാക്കിയതും നിയന്ത്രിച്ചതും മിൻ അജ്ലി, എൻ്റെ കാര്യത്തിന് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയാണ്. അപ്പൊ എനിക്ക് വേണ്ടി നോമ്പെടുത്തവൻ, അവൻ്റെ വായ കസ്തൂരിയേക്കാൾ സുഗന്ധമാണ്. അവന് നൽകുന്ന പ്രതിഫലം അതിരറ്റതാണ്. വഅന അജ്സി ബിഹി, ഞാനാണ് അവന് പ്രതിഫലം നൽകുന്നത്. വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ, ഓരോ സൽക്കർമ്മത്തിനും 10 ഇരട്ടിയാണ് ഞാൻ പ്രതിഫലം നൽകുക. ഏതൊരു സൽക്കർമ്മത്തിനും അള്ളാഹു 10 ഇരട്ടി നൽകും. പക്ഷെ നോമ്പ് അതിനെത്രയാണ് നമുക്ക് നൽകുന്നത് എന്ന് പറയാനാവില്ല. അത്രമേൽ വലിയ പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹുമ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അസ്സിയാമു ജുന്നത്തും മിനന്നാർ കജുന്നത്തി അഹദികും മിനൽ ഖിതാൽ, യുദ്ധത്തിൽ നിങ്ങളുടെ പരിച പോലെ നരകത്തിൽ നിന്നുള്ള പരിചയാണ് നോമ്പ്. ഒരുപാട് ഹദീസുകൾ ഈ വിഷയം പറയുന്നുണ്ട് എന്ന് സാരം. സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന ഫിൽ ജന്നത്തി ബാബൻ, തീർച്ചയായിട്ടും സ്വർഗ്ഗത്തിലൊരു വാതിലുണ്ട്, യുഖാലു ലഹു അർ-റയ്യാൻ, ആ വാതിലിന്റെ പേരെന്താണെന്നറിയോ? റയ്യാൻ. യുദ്ആ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ വിളിക്കപ്പെടും. യുഖാൽ ഐന സ്വായിമൂൻ, നോമ്പുകാരെവിടെ, നോമ്പുകാരെവിടെ എന്ന് പരലോകത്ത് ഇങ്ങനെ വിളിച്ചു ചോദിക്കും. അങ്ങനെ ഫമൻ കാന മിനസ് സ്വായിമീന ദഖലഹു, അപ്പോൾ നോമ്പുകാർ ആ വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. വമൻ ദഖലഹു ലം യൽമ അബദാ, അതിൽ പ്രവേശിച്ചവനെ ഒരിക്കലും ദാഹമുണ്ടാവുകയില്ല. ആ വാതിലിലൂടെ നോമ്പുകാർക്ക് പ്രവേശിക്കാനുള്ള റയ്യാൻ എന്ന വാതിലില്ലേ, ആ വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചവന് പിന്നെ ഒരിക്കലും ദാഹമുണ്ടാവുകയില്ല. അപ്പോൾ റമദാനിൻ്റെയും നോമ്പിൻ്റെയും മഹത്വങ്ങളും പവിത്രതകളും അനവധി നിരവധിയാണ്. ഏതായിരുന്നാലും നോമ്പ് കൊണ്ട് നമുക്ക് വലിയൊരു നേട്ടമുണ്ട്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിച. അപ്പം നോമ്പ്, ഈ റമദാനിലെ നോമ്പ് അവസാനിക്കുന്നതോടൊപ്പം നരകത്തിൽ നിന്ന് മോചിതരാകുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടണം. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നമ്മളത് നോമ്പ് സ്വീകരിച്ചിട്ടു എന്നതിൻ്റെ ഒരു തെളിവാണ്, നോമ്പ് കഴിഞ്ഞാൽ, നോമ്പുകാലം കഴിഞ്ഞാലും റമദാൻ കഴിഞ്ഞാലും അള്ളാഹുവിനെ ഭയന്ന് തഖ്വയിലധിഷ്ഠിതമായി ജീവിതം നയിച്ച് നരകത്തിലേക്ക് പോകേണ്ടി വരുന്ന തിന്മകളിൽ നിന്നൊക്കെ മാറി നിന്ന് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നോമ്പ് അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളവും കൂടിയായി നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹുവേ, നരകമോചനം നൽകണേ അല്ലാഹ്, നോമ്പ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.